മനസ്സിലാവാത്തത് കൊണ്ട് മാറിപ്പോയതാണ്. അതെ, പക്ഷേ അതിലൊരു തിരുത്തുള്ളത് ഞാൻ തിരുത്തി മടുത്തു. പറയൂ. എൻ്റെ ഫസ്റ്റ് സിനിമ എന്നല്ല പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ട് മെയിൻ റോൾ ചെയ്യുന്ന സിനിമയാണിത് എന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഹിന്ദിയുടെ പരിമിതികൾ കൊണ്ട് അക്ഷയ് കുമാർ അദ്ദേഹത്തിന് തെറ്റിപ്പോയതാണ്. ഇതിനിയൊരു തിരുത്തലുണ്ടാവില്ല. അദ്ദേഹത്തിന് എൻ്റെ ഹിന്ദി മനസ്സിലാവാത്തത് കൊണ്ട് മാറിപ്പോയതാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു നായികയായിട്ട് മുഴുനീള ചിത്രത്തിൽ അഭിനയിക്കുന്ന എൻ്റെ ആദ്യത്തെ ലീഡ് റോളാണിത് എന്നാണ് പറഞ്ഞത്. ഞാൻ അതിനു മുമ്പും കുറേ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അദ്ദേഹത്തിന് മറന്നുപോയിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആബ്ക റഫ് ആൻഡ് ടഫ് വാങ്ങൂ, റഫ് ആൻഡ് ടഫ് ധരിക്കൂ. അപ്പം ധരിക്കൂ വാങ്ങൂ എന്നുള്ള അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അത് ഞാൻ ഹിന്ദി പറയേണ്ടിയിരുന്നു. പക്ഷെ ഞാൻ 4 മണിയത്തെ സിനിമേൻ്റെ 4 മണിക്ക് സിനിമ ദൂരദർശനിൽ അതെ അതെ റഫ് ആൻഡ് ടഫ് വാങ്ങൂ, റഫ് ആൻഡ് ടഫ് ധരിക്കൂ എന്ന് പറയുന്നത് ഞാൻ ദേഖത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യം വേറൊന്നും മനസ്സിലാവാൻ. പിന്നെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ മറ്റേ പടം ഖിലാഡിയോ കാ ഖിലാഡി മേരാ ബച്പൻ മേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് മാത്രമാണ് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ളൂ. ഭാഗ്യം. വേറെ പറഞ്ഞത് എന്തോ പറയാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് പുള്ളി അതവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. അല്ല, ഞാൻ ഇതൊക്കെ പഠിച്ചു പോയിരുന്നു, ഇപ്പൊ മറന്നുപോയതാ. ഇതൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറയണമെന്ന് വിചാരിച്ചു പോയിരുന്നു. റെഡി ആയിട്ട് പോയിട്ട് ഞാൻ അവിടെ നിന്നൊന്ന് നോക്കിയിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയോ വിട്ടു, അദ്ദേഹം വിട്ടു. പക്ഷെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് ഒരു മലയാളി നടി ഉണ്ടായിരുന്നു എന്നും. അവര് എങ്ങനെ മറക്കും? പുള്ളി ഇതിങ്ങനെ പറഞ്ഞു. പുള്ളിക്ക് എന്നെ മനസ്സിലായെന്ന് പുള്ളിയോട് ഇനി ചോദിച്ചാലേ അറിയത്തുള്ളൂ. എന്തായാലും പുള്ളിക്ക് മനസ്സിലായിടത്തോളം പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ, അത്രയും മതി. അദ്ദേഹത്തെ പോലെ വലിയൊരു നടൻ നമ്മളെ കുറിച്ച് ഓർക്കുന്നു, പറയുന്നു. അതിപ്പോ അത് വീണ്ടും എടുത്ത് മലയാള തർജ്ജമയോടൊക്കെ കൂടിയിട്ട് പറയുന്നു. അത് ഹിന്ദിയിൽ വന്നപ്പോൾ ഇതേപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ടായിരുന്നു. അക്ഷയ് കുമാറിനെ നാണം കെടുത്തി ബേച്ചത്തെ ഹുയെന്നോ അങ്ങനെന്തോ. അത് ബേച്ചത്തെ അല്ല, അത് വിറ്റുന്നാണ്. അതായിരിക്കില്ല, ബേസത്തി ആയിരിക്കും. ബേസ രണ്ടിലും ഏകദേശം അക്ഷരങ്ങളുണ്ടോ? ഒരിക്കലും അത് ഒരേ സാധനമല്ല. നമ്മൾ ഹിന്ദി വിട്ടു, എല്ലാം വിട്ടു. അജയന്റെ 2ാം മോഷണത്തിന്റെ വിജയം ആഘോഷിക്കുന്ന ഈ വേളയിൽ അജയന്റെ 2ാം മോഷണം പാർട്ട് 2 എന്ന് വരും. അത് ജിതിനും സുൽത്താനും ടൊവിയും വിചാരിച്ചാൽ തീർച്ചയായിട്ടും വരും. പ്ലാൻ ഉണ്ട്. അല്ല, ഞാൻ അപ്പം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ മണിയൻ മാണിക്യത്തെ ടൈലൻഡിൽ കണ്ടുമുട്ടുന്നതാവരുത് എന്ന്. ആദ്യത്തെ സീനുകളും ആ വിളക്കിന്റെ അടുത്ത് മൂക്ക് കണ്ട സീനും ഒക്കെ തന്നെ വെച്ചാൽ മതി, വേറെ എടുക്കണ്ടെന്നുള്ളത്. ഈ മനോഹരമായ മൂക്കിന് കമന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കമന്റ്? നമ്മുടെ ശ്രീലത നമ്പൂതിരി വളരെ സീനിയർ ആയിട്ടുള്ള ആക്ട്രസ്. അപ്പം എന്നോട് പറഞ്ഞു, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്, നിന്റെ സ്ക്രീനിൽ നിന്റെ മൂക്ക് വന്നപ്പോൾ എനിക്ക് കടിച്ചു തിന്നാൻ തോന്നി. ഞാൻ പറഞ്ഞത് ഈ മൂക്കിൽ കടി. അത് എൻ്റെ പപ്പ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചാക്കോന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു വീട്ടില് ചാക്കോന്നാണ് വിളിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലൊരു പുരുഷൻ പണ്ടേ ഉണ്ടായിരുന്നു.